ഞാൻ കണ്ടതാ സാറേ മൂവിയുടെ ടീമാണുള്ളത്. മെറീന മൈക്കിൾ, വരുൺ സർ ആൻഡ് സൂര്യ. വെൽക്കം ടു സ്കൈലൈൻ പിക്ചേഴ്സ്. താങ്ക് യു. ലാസ്റ്റ് കണ്ട കാണൽ വളരെ നല്ല കാണല്ലേ. എയറിലായിരുന്നു ഞങ്ങൾ. ദൃശ്യം പോലെ സെറ്റ് ചെയ്താ വന്നത്. തിരിച്ചും മറിച്ചും തിരിച്ചും ചോദിക്കും. ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. ചോദിച്ചു സുഖാണോ പിടിച്ച് അതിന്റെ കാലൊക്കെ ഒടിച്ച് റിയൽ ലൈഫിലും അങ്ങനെ ചെയ്തൊരു സിനിമയാണത്. അപ്പൊ അതുകൊണ്ട് നല്ല ഇടിയിട്ടുണ്ട്. പാവം ചെയ്ത ആൾക്കും അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അതിനൊരു ഹൈലൈറ്റ് പോയിന്റ്. അദ്ദേഹം ബാക്കിയുള്ള ആളുകളോട് ചോദിച്ചു ഉത്തരം അത് ആരെ പറ്റിയാ പറഞ്ഞത്. അപ്പൊ ഈ മെന്റലി ഹാരാസ്മെന്റ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർ എഴുതി ഒപ്പിട്ട് മേടിച്ചു. അപ്പൊ ഞാൻ 10 ആള് കൂടുന്നിടത്ത് കിട്ടണമെന്ന് പറഞ്ഞാല് 10 ആള് കൂടുമ്പോ പറയാം ഞാനപ്പോ അങ്ങനെ ഒരു കഴിവുണ്ട് കേട്ടോ. ചോദിക്കുന്ന ആളെ കിളി പോക്കാനുള്ള ഒരു കാരണം പിണങ്ങി പോകുന്നത് ഞാൻ റിയൽ ലൈഫിലും ചെയ്യുന്നതുകൊണ്ട്. പ്രൊമോഷൻ വന്നപ്പോ എന്റെ പേര് പോലും ഇല്ല. അത് ഭയങ്കര സത്യം പറഞ്ഞ വിഷമമായി. 30 പടം ചെയ്യേണ്ടി വന്നു പോസ്റ്ററിൽ പേര് വരാൻ. ഞാൻ പേര് വിളിച്ചപ്പോ പേര് വിളിച്ചില്ല, പകരം കണ്ണ് നിറച്ചു. കുട്ടിശങ്കരൻ അവിടുന്ന് കോപ്പി അടിച്ചതാ. സീതാദേവിയെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരാളുടെ പേരുമായി ഇതിന്റെ സെക്കൻഡ് നെയിം മൂവിയുടെ പേരറിയില്ല. ഹായ് ഹലോ, ദിസ് ഇസ് ആഷിഖ്. യു വാച്ചിങ് സ്കൈലാർക്ക് പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഞാൻ കണ്ടതാ സാറേ മൂവിയുടെ ടീമാണുള്ളത്. മെറീന മൈക്കിൾ, വരുൺ സർ ആൻഡ് സൂര്യ. വെൽക്കം ടു സ്കൈലാർക്ക് പിക്ചേഴ്സ്. താങ്ക് യു. യെസ്, ആ ഒരു പേരില്ലേ ഞാൻ കണ്ടതാ സാറേ, ഭയങ്കര കൗതുകമാണ് അത് കേൾക്കുമ്പോൾ. ഭയങ്കര നാച്ചുറലായ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള വളരെ ടച്ച് വുഡ് ആയിട്ടുള്ള ഒരു പേര്. ശരിക്കും സിനിമ എന്താണ്? സിനിമ നായകൻ്റെ കഥയാണ്. ഓക്കെ. നായകൻ ഒരു സാധാരണക്കാരനാണ്. അയാളൊരു അസാധാരണ സംഭവം കണ്ടു. ഓക്കെ. അതെന്താണ് കണ്ടത്? അത് കണ്ടത് അയാൾക്ക് പറയാൻ പറ്റാത്ത, അയാൾക്ക് പറഞ്ഞേ പറ്റും പക്ഷെ പറയാൻ പറ്റാത്ത പല സാഹചര്യങ്ങളിലും അയാൾ പെട്ടുപോകുന്നത്. പക്ഷെ അയാളെ സംബന്ധിച്ച് ഞാൻ കണ്ടതാ സാറേ എന്ന് അയാൾക്ക് പറയണം. പക്ഷെ അപ്രതീക്ഷിതമായ പല പല സംഭവങ്ങളിൽ വന്ന് അയാൾ കുഴഞ്ഞു പോകുന്നത്, കുളമാകുന്നതാണ്. ഓക്കെ, സോ അതാണ് ഞാൻ കണ്ടതാ സാറേ. ശരി. യെസ്, മെറീന പറയൂ. കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ട്. നമ്മള് ലാസ്റ്റ് കണ്ട കാണൽ വളരെ നല്ല കാണല്ലേ. എയറിലായിരുന്നു ഞങ്ങൾ. ഈ സിനിമ മറ്റേ ദൃശ്യം പോലെ സെറ്റ് ചെയ്താ വന്നത്. തിരിച്ചും മറിച്ചും തിരിച്ചും ചോദിക്കും. ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നത്. അപ്പം എനിക്കും അറിയില്ലത് എന്റെ വെള്ളി വീഴരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അബദ്ധമൊന്നും പിണയരുത്. എവിടെയെങ്കിലും ഒരു പോയിന്റ് ലീക്ക് ആയാൽ കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതെ എന്തായിരുന്നു ചോദിച്ചത് സുഖാണോ? അല്ല, ഞാൻ ചോദിച്ചത് ശരിക്കും ഞാൻ കണ്ടതാ സാറയുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാ? ഞാൻ കണ്ടതാ സാറേ എന്നെ സംബന്ധിച്ച് എനിക്കൊരു മേക്ക് ഓവർ തന്ന ഒരു ക്യാരക്ടർ വൈസ് ആണെങ്കിലും ലുക്ക് വൈസ് ഒക്കെ ആണെങ്കിലും ഒരു മേക്ക് ഓവർ മൂവിയാണ്. പിന്നെ ഒരു വലിയ ക്യാൻവസിലുള്ള പടം തന്നെയാണ് ഇന്ദ്രജിത്തിന്റെ കൂടെ ഒരു മൂവി എന്ന് പറയുമ്പോൾ അതൊരു വലിയ സിനിമയാണ് അല്ലേ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത പടങ്ങൾ ഈ പറഞ്ഞ പോലെ മേക്ക് ഓവർ ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആരും ഞാനും എന്നെ സഹായിച്ച ഡയറക്ടറും അവരൊക്കെ അറിഞ്ഞിട്ടുള്ളൂ. കാരണം അത് എത്രയും ആളുകളിലേക്ക് എത്താതെ പോയി. അപ്പം ഈ സിനിമ ഒരു വലിയ വിജയമാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇതിലുണ്ട്, പ്രാർത്ഥന. പിന്നെ ഇതുവരെ ഞാൻ ചെയ്യാത്ത ക്യാരക്ടറിൽ നിന്നും ഇപ്പം ലാസ്റ്റ് ടൈം നമ്മൾ വിവേകാനന്ദൻ അതിലൊക്കെ ഷൈനൊക്കെ ഇടിച്ച് അതിന്റെ കാലൊക്കെ ഒടിച്ച് റിയൽ ലൈഫിലും അങ്ങനെ ചെയ്തൊരു സിനിമയാണത്. അപ്പൊ അതുകൊണ്ട് നല്ല ഇടിയിട്ടുണ്ട്. പാവം ഷൈൻ്റെ ഒരു കാലിന് വയ്യ. അപ്പൊ ടാർഗറ്റ് ചെയ്ത് ഇടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ഫെമിനൈൻ ടച്ച് ഉള്ള അല്ലെ, കുറച്ചൊരു സ്ത്രീയാണ്. വളരെ പ്രാധാന്യമുള്ള വളരെ സൗമ്യമായിട്ടുള്ള ഒരു സ്ത്രീയാണ്. പിന്നെ നമുക്ക് റിയൽ ലൈഫിലൊക്കെ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. അത് വെച്ചാൽ നമുക്ക് അറിയാം അങ്ങനത്തെ ഒരു ആളെ നമുക്ക് പരിചയം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, തിരിച്ചും മറിച്ചും ചോദിക്കാതെ പറഞ്ഞു നിർത്താം, അവസാനിപ്പിക്കാം. ഒരു ക്വസ്റ്റ്യൻ പോലും കൂട്ടി ഉണ്ടാവരുത്.
അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഓക്കെ, അടിപൊളി. സൂര്യ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ മറ്റേ സിനിമ അല്ലെ, മൂന്നാമത്തെ ഫിലിമാണ് ശരിക്കും. മറ്റു സിനിമകൾ ഏതൊക്കെയായിരുന്നു? മറ്റേത് ചാലക്കുടിക്കാരൻ ചങ്ങാതി മൂവിയായിരുന്നു, ബിനേൻ സാറിന്റെ മൂവിയായിരുന്നു. അതിൻ്റെ അകത്തൊരു ക്യാരക്ടർ റോളാണ് ചെയ്തിരുന്നത്. പിന്നെ അതിനുശേഷം ഓഹ എന്നൊരു മൂവി, അതിന് തിയേറ്റർ റിലീസ് ആയിട്ടുണ്ട്. ഇതിപ്പോ മൂന്നാമത്തെയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ടീമിന്റെ ഇത്രയും എല്ലാം ആർട്ടിസ്റ്റ് എല്ലാം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ കൂടെ ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ. ഞാൻ അതിന്റെ എക്സൈറ്റ്മെന്റില്ല സത്യത്തിൽ ഇപ്പോഴും ഇരിക്കുന്നത്. ഇനി സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല, ഈ ക്രൂ മെമ്പേഴ്സിന്റെ ഒക്കെ കൂടെ എനിക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. സിനിമ എത്ര നാൾ മുതലുള്ള ആഗ്രഹമാണ് ശരിക്കും? കുറേ നാൾ കൊണ്ട് സിനിമ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എങ്ങനെ എത്തിപ്പെടണം എങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്ക് അതിന്റെ ABCD അറിയില്ല, ആരും ഗൈഡ് ചെയ്യാനില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു വർക്ക് കിട്ടി, അങ്ങ് വന്നേ ഉള്ളൂ. സത്യം ഭയങ്കര ആഗ്രഹമാണ് ഫെയിം ആവുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. തുറന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയാണ് ഫിലിം. പിന്നെ ആക്ടിങ് രസമുണ്ട്, സംഭവം കൊള്ളാം. നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പല ക്യാരക്ടേഴ്സ് നമുക്കാവാമല്ലോ, അത് ഏറ്റവും വലിയൊരു സംഭവമല്ലേ. നമുക്ക് ജീവിതത്തിൽ ആരും ആയി തീരാൻ പറ്റത്തില്ലെങ്കിലും ക്യാരക്ടറിൽ കൂടെ നമുക്കാവാം. ഒരു ജന്മം സന്തോഷത്തോടെ ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ട് മാറാമല്ലോ, ആ ഒരു എക്സൈറ്റ്മെന്റ്. ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയാണ്? ആരൊക്കെയായിട്ട് പെയർ ചെയ്യുന്നുണ്ട്? പറയാൻ പറ്റുന്നത്? മെറീന കഥയിലെ നായിക, അതായത് ഇപ്പൊ നായകന്റെ നായികയല്ല, കഥയിലെ നായിക മെറീനയുടെ ക്യാരക്ടർ. ശരി. സൂര്യ ആക്ച്വലി നായകന്റെ പേര് പോലെ വരുന്ന. അതാണ് അത് കാണുമ്പോ മെറീനയും ഇന്ദ്രനായിട്ടുള്ള ചില സീൻസും കാണുന്നുണ്ട്. കഥയുടെ വളരെ മർമ്മപ്രധാനമായ ചോദിച്ചാൽ പറയുന്നത് ഞങ്ങൾ നടുക്കിരുത്തിയേക്കുന്നത്. സാർ, ഇപ്പോ ഒരു ഇതിന്റെ ഒരു ട്രailer കാണുമ്പോ ടീസറൊക്കെ വന്നിട്ടുണ്ട്, ഭയങ്കര ഒരു ഫൺ പരിപാടിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഒപ്പം ഒരു സസ്പെൻസ് കൂടി എവിടെയൊക്കെയോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് അതിനെക്കാട്ടി കൂടുതൽ ചോദിക്കാനുള്ളത് ശരിക്കും ഇതിന്റെ കാസ്റ്റ് ഇല്ലേ, നമ്മുടെ വൈശേനുണ്ട്, ഇന്ദ്രേട്ടനുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അത് എങ്ങനെയായിരുന്നു ശരിക്കും ആ കാസ്റ്റിംഗ് പരിപാടിയൊക്കെ? ഇതില് ബേസിക്കലി ഹീറോയെ ബേസ് ചെയ്താണ് കഥ പോകുന്നത്. ഓക്കെ. ഇന്ദ്രേട്ടനുണ്ട്. പക്ഷെ പുള്ളിയുടെ ഒരു ജ്യേഷ്ഠനെ പോലെ എല്ലാ കാര്യത്തിനും ഉപദേശം പുള്ളി എപ്പോഴും പോയി ചോദിക്കുന്ന ഒരു ക്യാരക്ടറാണ് ബൈചേട്ടൻ. പക്ഷെ ഈ ബൈചേട്ടൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ മറ്റേ തല്ലിപ്പൊളി, അത് തിരുവനന്തപുരത്ത് ഒരു കടൽ തീരം ഏരിയയിലുള്ള ഒരു ഫ്രീക്കൻ. പുള്ളി തന്നെ പുള്ളിയുടെ ലുക്കിന് വേണ്ടി പുള്ളി ഒരു പഴയ ഫ്രണ്ടിന്റെ റെഫറൻസ് എടുത്ത് അങ്ങനെയാണ് സെറ്റ് ചെയ്തത്. അപ്പോ ഈ ഇന്ദ്രജിത്ത് എന്ന് പറയാൻ ജോക്കുട്ടനാണ് പുള്ളിയുടെ ക്യാരക്ടർ. ഒരു സാധാരണക്കാരുടെ ടാക്സി ഡ്രൈവറാണ്. അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലൊന്നും പോകാൻ ധൈര്യമില്ലാത്ത അങ്ങനെ ഒരു പാവ മനുഷ്യനാണ്. അയാളെ എല്ലാം പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് എല്ലാ പ്രശ്നത്തിലും കൊണ്ട് ഇട്ട് ചെലവാക്കുന്നത് ഈ ബൈചേട്ടൻ്റെ ക്യാരക്ടറാണ്. പക്ഷേ ഇതെല്ലാം ബാക്കിയുള്ള എല്ലാവരും ഇപ്പം അനുപേട്ടനുണ്ട്, അനുപേനൻ, സാബുമൻ, സാബു ചേട്ടനുണ്ട്, പിന്നെ നമ്മൾ ദീപകരനാണ്, പുള്ളി ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. സമ്പത്ത് റാം, അലൻസീർ, സുധീർ കരമന, ഇങ്ങനെ കുറെ പേര്, വലിയൊരു താരനിരയാണ്, ഒരുപാടുണ്ട്. പക്ഷേ മെറീന, മല്ലിയ ചേച്ചി ഉണ്ട്, പിന്നെ സത്യം ഞാൻ തന്നെ മറന്നുപോയി, അർജുൻ നന്ദകുമാർ, ജിബിൻ ഗോപിനാഥ്, ഒരുപാട്. പിന്നെ ഉപ്പുമുളകിലെ രണ്ടുപേരുണ്ട്. അങ്ങനെ ഈ ബിനോജ് കുളത്തൂർ പുള്ളിയുണ്ട്. അങ്ങനെ ഒരുപാട് ഈ പല ഇങ്ങനെ ആലോചിച്ചിരുമ്പോ ഇന്നുണ്ടല്ലോ എല്ലാ കുറെ സീനുകളിൽ എല്ലാവർക്കും നല്ല ഒരാൾക്ക് പോലും വെറുതെ ഇല്ല, എല്ലാവർക്കും അവരുടേതായ ഒരു പ്രോമിനൻസ് ഉണ്ട് ഈ പടത്തിൽ. അതെല്ലാം കഥയിലെ ഭാഗങ്ങളാണ്. ഇപ്പം നായകൻ മാത്രം നായകനായിട്ടുണ്ട്, ബാക്കി ഞങ്ങളല്ലേ കഥയിലെ നായികയാണ്. കഥയിലെ നായികയും പേരായിട്ടുള്ള പേരെന്ന് പറഞ്ഞാലും അതൊരു ഭയങ്കര രസകരമായ രീതിയിലാണ് സിനിമയിൽ വരുന്നത്. സിനിമയിൽ കാണുമ്പോൾ ആ ഒരു എന്താ രസം കിട്ടണം എന്നുള്ളതാണ് ഞാൻ കൂടുതൽ പറയാത്തത്. കാണുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിലാണ് കഥ നടക്കുന്നത്. കഥ ഒരു 70% സ്റ്റേഷനകത്താണ് നടക്കുന്നത്, ഒരു ദിവസം നടക്കുന്നത്. മെയിൻ പ്ലോട്ട് എന്താ ഇതിന് മുന്നേ ഒരു കുറച്ച് ദിവസമുണ്ട്, കഴിഞ്ഞുള്ള 2 ദിവസമുണ്ട്. പക്ഷെ മെയിൻ പ്ലോട്ട് നടക്കുന്നത് 8 ദിവസമാണ് ഒരു സ്റ്റേഷനിൽ നടക്കുന്നത്. ശരി. മരീന, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ സംസാരിച്ചതുപോലെ തന്നെ വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയുടെ സെറ്റിലാണ്, അതിന്റെ പ്രൊമോഷനാണ് നമ്മൾ സംസാരിക്കുന്നതും. ആ സംസാരിക്കുന്ന ഒരു പർട്ടിക്കുലർ കണ്ടന്റ് ആണ് ശരിക്കും ഈ പറഞ്ഞ അത് വൈറലാവുന്നതും. അത്
അതാണ് ആദ്യം വൈറലായത്. അതെ, അതാണ് ആദ്യം വരില്ല സിനിമയ്ക്ക് മുമ്പ് എന്നൊക്കെ. അപ്പോൾ ശരിക്കും ഇപ്പോ അതിനുശേഷം സ്വാഭാവികമായിട്ടും ഒരു തുറന്നു പറച്ചിലായിരുന്നു അത്. അങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റി മെറീനയാണെങ്കിലും സ്വാസികയാണെങ്കിലും ഒന്ന് തുറന്നു പറയുമായിരുന്നു നിങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ. അതിനുശേഷം കുറെ നാൾക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു. കുറെ പ്രശ്നങ്ങളും കോളിളക്കങ്ങളും മലയാള സിനിമയിൽ സംഭവിക്കുന്നു. സോ അതിനുശേഷമുള്ള റിയാക്ഷൻ എന്താണ്? ആളുകൾക്ക് ലൈക്ക് ഈ വീഡിയോ ആരാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടോ? എന്താണ് അതിനുശേഷം? എന്നോട് കുറെ പേര് ഇങ്ങനെ ആരാന്ന് ചോദിച്ചിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ചത്താലും പറയില്ല. പിന്നെ ആ ചെയ്ത ആൾക്കും അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അതിനൊരു ഹൈലൈറ്റ് പോയിന്റ്. ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓക്കെ. അദ്ദേഹം ബാക്കിയുള്ള ആളുകളോട് ചോദിച്ചു ഉത്തരം അത് ആരെ പറ്റിയാ പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞത് വേസ്റ്റ് ആയില്ലേ, നമ്മള് കുറച്ച് സമയം പോയില്ലേ. എന്നാലും അത്തരം സംഭവങ്ങൾ സിനിമയിൽ അതിനി റിപ്പീറ്റഡ്ലി അങ്ങനത്തെ കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ അതിൽ ഞാനൊരു ഭാഗമാണ്, ഞാൻ അതിൽ എഫക്റ്റഡ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. പിന്നെ എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ വല്ലാണ്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ കൂടുതൽ എന്ന് പറഞ്ഞൊരു സിനിമയുടെ സെറ്റിൽ പോയപ്പോൾ അവര് ഒരു എഴുതി മേടിച്ചു, ഒപ്പിട്ട് മേടിച്ചു. ഞങ്ങൾക്ക് ഇതിലെ സ്ത്രീകൾക്ക്, അതായത് ഇപ്പൊ എന്റെ പേര് വെച്ചിട്ട് ഈ വേറൊരു ഹറാസ്മെന്റോ ഫിസിക്കലി മെന്റലി ഒരു ഹറാസ്മെന്റോ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർ എഴുതി ഒപ്പിട്ട് മേടിച്ചു. അപ്പൊ ഞാൻ സാധാരണ നമ്മള് പേയ്മെന്റ് പറഞ്ഞ എഗ്രിമെന്റ് ആണ് ഒപ്പിടുന്നത്, ഇതിപ്പോ ഇതും കൂടെ ഒപ്പിടണം എന്ന് പറഞ്ഞപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു പറയാൻ പറ്റില്ല, 10-30 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് പ്രശ്നമായിട്ട്. അപ്പൊ അത് അങ്ങനെ അപ്പം അങ്ങനത്തെ മാറ്റങ്ങളുണ്ട്. പിന്നെ മൊത്തത്തിലുള്ള ഈ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും എല്ലാം ഒരു എന്താ പറയാ ഒരു ഈക്വാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും. ഹേമ കമ്മിറ്റിക്ക് ശേഷവും മുൻപും അല്ലേ അങ്ങനെ പറയണേ? അതാണോ? ഉണ്ടായിരുന്നില്ലേ? മുമ്പുണ്ടായിരുന്നു. മുമ്പൊക്കെയാണ് മുമ്പ് ഇല്ല അത് ഉണ്ടായിരുന്നു വെച്ചാ ഈ സെറ്റൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പ്രൊമോഷൻ വരുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യം, ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു ഇവര്. ഇപ്പം നമുക്കൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, അത് ആ രീതിയിൽ തന്നെ കാണുന്നത്. അതായത് നമ്മളിപ്പോൾ പറയുന്ന കാര്യം ചിലപ്പം 2 കാര്യങ്ങളുണ്ട്. ഒരു കാര്യം നമ്മൾ കൺവേ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് അത് ആവശ്യമാണെന്ന് തോന്നാം, രണ്ടാമത് നമ്മൾ ചോദിക്കുമ്പോൾ അത് അഹങ്കാരമായിട്ട് തോന്നാം. മനസ്സിലായി? അപ്പം അതൊരു ആവശ്യമാണ്, നെസസിറ്റി ആണ് എന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കി അതിന് വേണ്ട സൊല്യൂഷൻ ചെയ്തു തരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ? അപ്പം ആ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു, പിന്നെ ഇരുത്തിക്കൊണ്ട് പുകഴ്ത്തി പറയുന്നത് 3ാമത്തെ ഇന്റർവ്യൂ ആണ്. 10 ആള് കൂടുന്നിടത്ത് കിട്ടണമെന്ന് പറഞ്ഞ പോലെ 10 ആള് കൂടുമ്പോ പറയാം ഞാനപ്പോ. അതുകൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു. അപ്പം ഉറപ്പായിട്ടും ഒരുപാട് സിനിമകൾ ഇനിയും ഇദ്ദേഹം ചെയ്യട്ടെ. നല്ല ടീമായിരുന്നു. ഇപ്പോൾ റൈറ്റർ ആണെങ്കിൽ എല്ലാവരും ആ സമയത്ത് സെറ്റിൽ ഉണ്ടായിരുന്നു. ഞാനൊക്കെ സീനുകൾ ചെയ്യുന്ന സമയത്ത് ചില സ്പേസുകൾ ഉണ്ടായിരുന്നു അൺകംഫർട്ടബിൾ ആവാൻ സാധ്യത ഉണ്ടായിരുന്ന സാധനങ്ങൾ പോലും കംഫർട്ടബിൾ ആക്കി ഡൈവേർട്ട് ചെയ്ത് വിട്ട മഹാമനസ്കരാണ്. ഒരു ഉണ്ണിയാണ്, കണ്ണിലുണ്ണിയാണ്. ചെറിയൊരു വിഷമം പറയുന്ന സ്ക്രിപ്റ്റ് വരെ മാറ്റിക്കളഞ്ഞു. അതെ, ഞാനിങ്ങനെ അങ്ങനെ വരാറില്ലല്ലോ, നമുക്ക് കിട്ടും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതായത് ഒരു കുറച്ചൊരു സ്പേസ് കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ അൺകംഫർട്ടബിൾ ആവുമല്ലോ. അപ്പം ഞാൻ ആദ്യം അങ്ങനെ കൺവേ ചെയ്തില്ല എന്ന് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നു 2 മിനിറ്റ്. ഇപ്പൊ ഇവര് കണ്ടിട്ടുണ്ടാവും. അവര് പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് അങ്ങനത്തെ രീതിയിൽ ചെയ്താൽ മതി, അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോ ഞാൻ സ്വർഗം കിട്ടിയ പോലെയായിരുന്നു. ഇന്ദ്രന് ശേഷം ഇപ്പൊ ഹാപ്പി വെഡിങ്ങിന് ശേഷമല്ലേ, ഹാപ്പി വെഡിങ്ങിൽ നമുക്കൊരു അങ്ങനെ ഒരു കഴിവുണ്ട് കേട്ടോ, ചോദിക്കുന്ന ആളെ കിളി പോക്കാനുള്ള ആ സീനിൽ ചെറിയ ഒരു പിണങ്ങി പോകുന്ന സീനിയേഷൻ പിന്നിപ്പോഴല്ലേ ഏതോ ഇന്ദ്രനായിട്ട് കാരണം പിണങ്ങി പോകുന്നത് ഞാൻ റിയൽ ലൈഫിലും ചെയ്യുന്നതുകൊണ്ട്. അയ്യോ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. അല്ല അതെനിക്ക് പെട്ടെന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയി ഏത് പിണങ്ങി ഉദ്ദേശിച്ചല്ലേ. അപ്പൊ അതെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് അതിന്. പക്ഷെ ഇടയിലൊന്നും കണ്ടിട്ട് പോലുമില്ല. ഒരു ഭാവനേച്ചിയുടെ കല്യാണത്തിന് ഒരു തവണ ഹായ് ഹോയ് എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിനുശേഷം ഈ ഒരു സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത്. ശരി. ഇപ്പൊ അതിനുശേഷം ഈ പറയുന്ന WCC ഇടപെടൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്കറിയില്ല, എന്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല, ഞാനും സംസാരിച്ചിട്ടില്ല. എനിക്കറിയില്ല എക്സിസ്റ്റിംഗ് ആണോ അല്ലേ എന്നുള്ളത് ഒരു വിവരങ്ങളും അറിയില്ല. എക്സിസ്റ്റിംഗ് ആണോന്ന് വെച്ചാൽ ചിരിച്ചുപോയി. സൂര്യ, ശരിക്കും ഇപ്പൊ ഇതിന്റെ ഞാൻ സൂര്യയെ പറ്റി നമുക്ക് ഇന്റർവ്യൂ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകളെ പറ്റി നമ്മൾ റെഫറൻസ് എടുക്കുമല്ലോ, നോക്കുമല്ലോ. അപ്പോൾ എനിക്ക് എങ്ങും ശരിക്കും അങ്ങനെ ഒരു സംഭവം കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിന്റെ മാർക്കറ്റിങ്ങിന്റെ ഒരു ഭാഗമായിരുന്നില്ലേ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം കൊണ്ടാണോ ശരിക്കും? സത്യം പറയാല്ലേ, എന്താ പറ്റിയെന്ന് ഇടയ്ക്ക് എനിക്ക് തന്നെ അറിയില്ല.
ഞാൻ നേരത്തെ സാറ് പറയുന്ന കണക്ക് ഞാൻ ആദ്യം എൻ്റെ അകത്തൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ ക്യാരക്ടർ ഇപ്പം നേരത്തെ ആര്യ ബെഡായി ചെയ്യാനിരുന്ന ക്യാരക്ടറുണ്ട്, അതാ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞാണോ, ഭയങ്കര സന്തോഷം, എന്തോ വലിയ ക്യാരക്ടറാണല്ലോ. എന്നിട്ട് പിന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹീറോയിനായിട്ടാണ് എന്ന് പറഞ്ഞത്. ഞാൻ ഭയങ്കര പെട്ടെന്ന് ഇത്രയും വലിയൊരു സെറ്റിൽ ഒരു സാധാരണ ഒരു ക്യാരക്ടർ ചെയ്യാൻ വന്ന ഞാൻ ഹീറോയിൻ എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര ത്രില്ലായിരുന്നു. അമ്മയെ വിളിക്കുന്ന എല്ലാവരെയും വിളിച്ചങ്ങ് ഞാൻ ഫ്ലാഷ് ആക്കി ഞാൻ ഹീറോയിനാണെന്നും പറഞ്ഞു. പെട്ടെന്ന് പ്രൊമോഷൻ വന്നപ്പോൾ എൻ്റെ പേര് പോലും ഇല്ല. അത് എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞ വിഷമം. ഹീറോയിൻ അത് നോ പ്രോബ്ലം, അതൊരു പ്രോബ്ലം അല്ല. ഒരു ക്യാരക്ടർ ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവം. നല്ലൊരു ക്യാരക്ടർ ചെയ്യുക, ഒന്ന് ജനങ്ങളിലോട്ട് എത്തുക, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യം. പക്ഷേ ഒരു പ്രൊമോഷനിൽ പോലും എൻ്റെ പേരില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്, മീൻസ് ഞാൻ ഇതുവരെ അങ്ങനെ ഇന്റർവ്യൂസ് ഒന്നും അറ്റൻഡ് ചെയ്തില്ല. നിങ്ങളെയൊക്കെ തന്നെ ഞാൻ കാണുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെയൊക്കെ ഞാൻ എപ്പോഴും കാണുന്നുണ്ട്. ഞാൻ എങ്ങനെ സംസാരിക്കണം പോലും എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തൊക്കെ പറയാം, എങ്ങനെ പറഞ്ഞോട് ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്ക് അറിയാം, നടന്ന സംഭവം പറയാമല്ലോ. പക്ഷെ ഞാൻ ഇൻസ്റ്റയിലാണെങ്കിലും ഒന്നും, പിന്നെ ഞാൻ ഈ സിനിമയുടെ പോസ്റ്റ് ഒന്നും ഇട്ടില്ല. പിന്നെ എന്റെ പേടി എന്റെ സീൻസ് എല്ലാം ഇനി കട്ടായി പോയോ. സത്യം ഞാൻ സാറിനെ വിളിക്കും, ഞാൻ വിളിക്കും, സാറേ സത്യത്തിൽ എന്റെ സീൻ ഇല്ല കുട്ടി നല്ലോലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ സമാധാനം. പിന്നെ ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് എടുത്തിടും. പിന്നെ അടുത്ത പോസ്റ്റിൽ എൻ്റെ പേര് കാണുന്നില്ലെന്ന് കാണുമ്പോൾ പിന്നെ ഞാൻ അങ്ങ് ബാക്കിലോട്ട് വരും. പിന്നെ ഞാൻ വേണ്ട, ചിലപ്പോൾ കാണത്തില്ലെങ്കിലോ കണ്ടിട്ടിടാം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ആകെ 2 പോസ്റ്റേ ചെയ്തിട്ടുള്ളൂ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും. ഇനിയിപ്പോൾ ഇന്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞ് സിനിമയൊക്കെ ആയതിനു ശേഷം ഇനി ഞാൻ വേറൊരു കാര്യം സൂര്യ, എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ഒരു 30 പടമായി, 30 പടം ചെയ്യേണ്ടി വന്നു പോസ്റ്ററിൽ പേര് വരാൻ. ഞാൻ ടു ബി വെരി ഫ്രാങ്ക്, എന്റെ വിവേകാനന്ദന വൈറലാണെന്ന് പറഞ്ഞ മൂവിയില്, പിന്നെ നമ്മുടെ ഈ മൂവിയിൽ, അങ്ങനെ 2-3 മൂവീസിൽ മാത്രമേ എന്റെ പേരുള്ളൂ. ഞാൻ ഇതായിട്ട് പറയല്ല, കാരണം ഇറ്റ് ടേക്സ് ടൈം അല്ലേ, നമുക്ക് സമയം എടുക്കും. മീൻസ് ആ പോസ്റ്ററിൽ പേര് വേണ്ട, പോസ്റ്ററും വേണ്ട, പക്ഷെ ആർട്ടിസ്റ്റിന്റെ ആ ലിസ്റ്റിൽ പോലും എന്റെ ഇല്ലായിരുന്നു പേര്. നമ്മളിതില് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അത് വലിയൊരു സംഭവം. ഇപ്പോഴും നമ്മുടെ ഇതിലെ പല ആർട്ടിസ്റ്റുകളും എന്നെ വിളിച്ച് പരാതി പറയുന്നുണ്ട്, അതിൽ എന്റെ പേരില്ല. സിസ്റ്ററായിട്ടൊരു കുട്ടി ചെയ്തിട്ടില്ലേ, പാർവതിയൊക്കെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാരും ഉണ്ട്, നമുക്ക് എല്ലാവരും പേര് അല്ല, മീൻസ് ജസ്റ്റ് മെൻഷൻ. ഇത് കൂടാതെ സൂര്യ രാജേഷ് എന്നുള്ള പേര് മാത്രം, ഹീറോയിനാണെന്ന് നോക്കണ്ട, പേരൊന്നും നോക്കണ്ട, ഒരു ജസ്റ്റ് ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ ജസ്റ്റ് എന്നെ ഇത്രയും പറഞ്ഞില്ലായിരുന്നെങ്കിലും, ഇങ്ങനെ സംസാരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒന്നുമില്ല, ഞാൻ പോയി അഭിനയിച്ചു വന്നു. ഞാൻ ഇത്രയൊക്കെ ഞാൻ സത്യം പറയാലോ. അല്ല, സീരിയസ്ലി പറയുകയാണെങ്കിൽ ഞാൻ ഇന്ദ്രേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എന്നെ ഒന്ന് ജസ്റ്റ് ആരും മെൻഷൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഇൻസ്റ്റയിലൊന്ന് മെൻഷൻ. സാർ തീർച്ചയായിട്ടും ചെയ്തു. പക്ഷെ പുള്ളി ചെയ്യുകയും ചെയ്തു കേട്ടോ, എന്നെ മെൻഷൻ ചെയ്തിട്ടിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. ഞാൻ ഒന്നും വേണ്ട, ഇത് മതിയല്ലോ. ഭയങ്കര ത്രില്ലാണ് അങ്ങനെ. ശരി ശരി, നമുക്ക് ഒരു ചെറിയ സെഗ്മെന്റ് നമ്മൾ അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ചർച്ചകളായിരുന്നു. ഓക്കെ, സംഭവം എന്താന്ന് ഞാൻ പറയാം. ഞാൻ കുറച്ച് സിനിമ ഡയലോഗ്സുകൾ പറയും, നിങ്ങളത് ഗസ് ചെയ്യണം ഏത് സിനിമയാണ്, ആരാണത് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും സാർ, സിമ്പിൾ. ഓക്കെ, ഫസ്റ്റ് ഡയലോഗ്. സഖാക്കളെ, കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവൽ ആൻഡ് സൺസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ജയസൂര്യയുടെ പടം. ആര് പറയുന്നു? ഹെൽപ്പ് ചെയ്യുന്ന ക്ലാസ്സിലെ കുട്ടിയില്ലേ, നിങ്ങൾ എത്ര മനോഹരമായാണ് ഒരാളെ സ്നേഹിക്കുന്നത്, അതും ഇനിയും തിരിച്ചു വരാത്ത ഒരാളെ. ദേവദൂതൻ. ആശിച്ച അമ്പിളിമാമനെ കിട്ടാതെ ഇപ്പോഴും കൈനീട്ടി കണ്ണടച്ച് നിൽക്കുക മാളും. രാപ്പകൽ. എല്ലാ സിനിമയും തവളക്കണ്ണി എന്ന ഇരട്ടപ്പേര് ആര് വിളിച്ചാലും കൊഞ്ഞനം കുത്തി അറിയാവുന്ന തെറി വിളിക്കുന്നവൾ. ഒരിക്കൽ ഞാൻ ആ പേര് വിളിച്ചപ്പോൾ തെറി വിളിച്ചില്ല, പകരം കണ്ണ് നിറച്ചു ആ അവൾ. ശ്രീഹരിയുടെയാണോ?
ചന്ദ്രോത്സവം കണക്റ്റഡ് ആണല്ലോ സിനിമ. അതെ, ഞാൻ തന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്, തനിക്ക് എന്നോട് വെറുപ്പാണെന്ന് എനിക്കറിയാം. പെട്ടെന്നത് മാറില്ല എന്നും അറിയാം. വെറുത്ത് വെറുപ്പിന്റെ അവസാനം എന്നെങ്കിലും താൻ എന്നെ സ്നേഹിച്ചു തുടങ്ങും, അതെനിക്ക് ഉറപ്പാണ്. കുട്ടിശങ്കരൻ സിനിമ സത്യം പറയാം അവിടുന്ന് കോപ്പി അടിച്ചതാ. കുട്ടിശങ്കരൻ എന്ന് പറഞ്ഞപ്പോ കുട്ടിശങ്കരൻ എന്ന് പറഞ്ഞത്. കുട്ടിശങ്കരൻ ആ കഥാപാത്രത്തിന്റെ പേരാണ്. മമ്മൂക്കയുടെ മൂവി വെണ്ണില ചന്ദനക്കിണ്ണം. ആ പാട്ടുണ്ട്. അല്ല പാട്ട് മൂവിയുടെ പേര് കിട്ടുന്നില്ല. ഞാൻ പറയാം, ഒരു ക്ലൂ അത് ഞാൻ പറയാം. ഓക്കെ, സീതാദേവിയെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരാളുടെ പേരുമായി ഇതിന്റെ സെക്കൻഡ് നെയിം ഇപ്പൊ കിട്ടിയിട്ടില്ലായിരുന്നു. രാവണൻ. രാവണൻ രാവണൻ അല്ല, ഈ ഡയലോഗ് കേട്ടിട്ടുണ്ടോ ശരിക്കും? അഴകിയ രാവണൻ. പറഞ്ഞെടുത്തു. ഇനി ഒരിക്കൽ നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ചാ പോയത്. സമയമെടുത്തു ഒരുപാട് അതൊന്നും മറക്കാൻ. എല്ലാം മറന്നു കഴിഞ്ഞപ്പോ ഓർമ്മിപ്പിക്കാൻ വീണ്ടും വന്നു. മനസ്സ് വീണ്ടും ആഗ്രഹിച്ചത് കൊണ്ടാ സ്വീകരിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പൊ വീണ്ടും പോകുന്നു എന്ന്. ഇതെനിക്കറിയാം. മോഹൻലാൽ ലാലേട്ടന്റെയും മറ്റേ ഞാൻ ശോഭന മാമിന്റെയും മൂവിയുടെ നെയിം ഫേമസ് പാട്ടൊക്കെയുള്ള. അതെ അതെ അത് തന്നെ. മൂവിയുടെ പേരറിയില്ല. അയ്യോ അല്ല, ഇതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഡയലോഗ് കഴിഞ്ഞു. ഇനി കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സിനിമയിൽ നിന്ന് പഠിച്ച ഒരു പാഠം എന്താണ്? സിനിമയിൽ നിന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ ഇൻ ദ സെൻസ് നമ്മൾ കണ്ട സിനിമകളിൽ നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ചില കാര്യങ്ങൾ സിനിമയിൽ ഉണ്ടാവാം, എന്തുമാവാം. എന്താണ് സൂര്യ എന്താ പഠിച്ചത്? സിനിമയിൽ നിന്ന് പഠിച്ചതോ? സിനിമ മീൻസ് കണ്ട സിനിമകളിൽ നിന്ന്. ഞാൻ കുറെ കാര്യങ്ങൾ സിനിമയിൽ നിന്നാണ് പഠിച്ചത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. സിനിമയിൽ നിന്ന് പഠിച്ചതെന്ന് വെച്ചാല് ഞാൻ ആക്ട് ചെയ്തിട്ട് ഈ ഒരു മൂവിയിൽ ആക്ട് ചെയ്തിട്ട് ഉള്ള അനുഭവമാണോ? അല്ല അല്ല, ഏതെങ്കിലും സിനിമ. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. അപ്പൊ എന്നെ എന്താ നിരന്തരം പോരാടാൻ പ്രേരിപ്പിക്കുന്ന സിനിമയാണ് ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന സിനിമ. അതുപോലത്തെ സിനിമകൾ എന്തുമാവാം. തോൽവിയിൽ നിന്ന് കരകയറ്റിയ സിനിമയാണ് പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന സിനിമ. അതുപോലെ സിനിമയിൽ നിന്ന് പഠിച്ച് കുറേ ഓരോരോ ക്യാരക്ടേഴ്സ് കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇനി മുതൽ ഇങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിചാരിക്കും. അങ്ങനെ കുറേ സിനിമ ഉണ്ട്. കുറേ സിനിമ കാണുമ്പോൾ ശരിയാ ഇങ്ങനെ ചെയ്യാവുള്ളൂ, ഇങ്ങനായിരുന്നു ചെയ്യേണ്ട ഡിസിഷൻ ഇതായിരുന്നു എന്നൊക്കെ. പക്ഷെ ഒന്നും നടക്കത്തില്ല. ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇൻസിഡന്റ് വരുന്ന സമയത്ത് നമ്മളായി അങ്ങ് മാറും. അങ്ങനെ എന്തെങ്കിലും ഒരു പാഠം പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒരു സിനിമ ഉണ്ടോ? ഒരു സിനിമ പറയാനുണ്ടോ? അല്ല, എനിക്ക് ലാലേട്ടന്റെ തന്നെ തന്മാത്ര ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൂവിയാണ്. ഭയങ്കര ഇഷ്ടം. ആ മൂവി കാണുന്ന സമയത്ത് ആ ഓരോ ഇൻസിഡൻസ് കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉള്ള സംഭവങ്ങൾ വന്നാൽ അതൊക്കെ എങ്ങനെ തരണം ചെയ്യുമെന്നുള്ള ഭയങ്കര ഞാൻ എപ്പോഴും കാണുന്ന ഒരു മൂവി. എനിക്ക് ഭയങ്കര ഇഷ്ടം അത്. അതാണ്. ഡയറക്ടർ സർ എന്താണ് അങ്ങനെ സിനിമകള് എന്നാലും ഒരെണ്ണം പറയും നിരന്തരം മോട്ടിവേറ്റ് ചെയ്യുന്നതോ? എന്തുമാവാം. അതെ, മനസ്സിലായി. ഞാൻ പടത്തിന്റെ പേര് ഇങ്ങനെ ഓർത്തോണ്ട് എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവീസ് ആണ്. പക്ഷേ പേര് എന്റെ പറന്ന കിളി സാറിന്റെ കിളി. അതായത് മലയാളം ഇംഗ്ലീഷ് മൂവിയാണ്. മലയാളത്തിലാണെങ്കിൽ ഒരുപാടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടല്ലോ സിനിമകളാണല്ലോ നമ്മുടെ. അതെ, എന്നാലും ഒരു ഇൻസിഡന്റ് ഉണ്ട്. ചില ഡയലോഗ്സ് ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെയില്ല. എനിക്ക് സിനിമ ഭംഗിയായിട്ട് റൊമാൻസ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ലവ് ലാംഗ്വേജ് വെരി മച്ച്. ഞാൻ എന്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമ സപ്തസാഗര യെല്ലോ എന്ന് പറഞ്ഞിട്ട് പാർട്ട് എ ആൻഡ് പാർട്ട് ബി ഉണ്ട്. അതില് മെയിൻ ഹീറോ കാമുകി നഷ്ടപ്പെട്ടിട്ടും അവരുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ
ഹെൽപ്പ് ചെയ്ത് അവരറിയാതെ അവർ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ദേവദൂതനിലെ ഡയലോഗ് പറഞ്ഞില്ലേ, എത്ര ഭംഗിയായിട്ടാണ്. അപ്പൊ അത് ലൈക്ക് നമ്മളെ ഒരാളെ തിരിച്ച് സ്നേഹിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ സ്നേഹിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങളില്ലേ, അങ്ങനത്തെ റൊമാൻറ്റിക് വേർഷൻസ് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലവ് ഈസ് ആൻ അൾട്ടിമേറ്റ് അല്ലേ, സ്നേഹം ഒരു അനാഥ പ്രകടിപ്പിക്കണം എന്നുള്ളത്. അല്ല, പ്രകടിപ്പിക്കണം. ജീവിതത്തിൽ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ കയറേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. കേറിയിട്ടുണ്ട്. പറയാൻ പറ്റുന്ന ഇൻസിഡന്റ് ആണോ? പറയാൻ പറ്റുന്ന മീൻസ് ആണ്, കേറിയിട്ടുണ്ട്. മീൻസ് ഒരു തിരിച്ചും മറിച്ചും ചോദിക്കാം. അന്നേരം പറയുന്നില്ല. പറയാൻ പറ്റുന്നതാണോ? കേറിയിട്ടുണ്ട്. കോടതി കേറിയിട്ടില്ല, പോലീസ് സ്റ്റേഷനിൽ കേറിയിട്ടുണ്ട്. പരാതി കൊടുക്കാനും ഒക്കെ ആയിട്ട് ബോൾഡായിട്ട് പോയതാ, പക്ഷെ പരാതി ഒന്നും എടുത്തില്ലെന്നേ ഉള്ളു. അങ്ങനെ ഒരു ഭ്രാന്തനായിട്ട് ഒരാള് ശല്യം ചെയ്തോണ്ട് പോയി. അവസാനം അവര് പറഞ്ഞു, അയ്യോ അവര് ഞങ്ങൾക്ക് തന്നെ പ്രശ്നമാ മോളെ എന്നും പറഞ്ഞു വിട്ട്. അവര് ധൈര്യം വന്നപ്പോ പോയവங்க പറഞ്ഞത്, പക്ഷെ കാര്യമൊന്നുമില്ല. അതൊരു ഇൻസിഡന്റ്. പിന്നെ ഒരു ഇൻസിഡന്റ് അല്ലാതൊരു ഇൻസിഡന്റ്, അത് ഇനി പറയണ്ടെന്ന് വെച്ചിട്ട് അത് മീൻസ് വേറൊന്നുമല്ല, ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു ഹസ്ബൻഡും ഞാനും. ആ ഒരു റിലേറ്റഡ് ആയിട്ടൊന്ന് കയറേണ്ടി വന്നു, അതേ ഉള്ളൂ. ചെറിയ മറ്റേ വണ്ടി ബൈക്കിൽ പോകുമ്പോ ഫോൺ സംസാരിക്കും, ഇങ്ങനെയൊക്കെ ട്രെയിനില് മറ്റേ ഡോറിന്റെ സൈഡിൽ നിന്ന് പോയതിന് പോലീസ് വന്ന് റെയിൽവേ കോടതിയിൽ സാധാരണ നമ്മുടെ മലയാളി ചെറുപ്പക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പരാതികൾ കൊടുക്കാൻ എപ്പോ ഒരുപാട് ഇന്ത്യൻ ജുഡീഷ്യറിൽ വിശ്വസിക്കുന്നു ഞാൻ. എനിക്ക് ചിലപ്പോ ഇളകും, അപ്പൊ ഞാൻ പരാതികൾ കൊടുക്കും. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രൊവോക്ക് ചെയ്യും, അല്ലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോ അപ്പൊ കൊടുക്കും. പിന്നെ ഞാൻ പ്രൊഫഷണൽ ആയിട്ട് പരാതി എഴുതും കേട്ടോ. എനിക്കൊരു സുഹൃത്തുണ്ട്, ഷീ ഈസ് എ ജേർണലിസ്റ്റ്. അപ്പം ഒരു കേസ് കൊടുക്കുമ്പോ അത് ഏതൊക്കെ വകുപ്പുകൾ വെച്ച് എഴുതണം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എനിക്കൊരു പാറ്റേൺ ഉണ്ട്, വകുപ്പ് മാത്രം മാറ്റി എഴുതുന്നുണ്ട്. ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് തരാം. ഡ്രാഫ്റ്റിംഗ് 100 rupees ഉള്ളു. ഓക്കെ, ജീവിതത്തിൽ സങ്കടങ്ങൾ വിഷമങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ അത് മാനേജ് ചെയ്യാം? ലൈക്ക് എന്തായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ്? ചിലർ പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് ഫുഡ് ചെയ്യും എന്നൊക്കെ പറയാം. എന്താ ചെയ്യുക സങ്കടം വരുമ്പോൾ? സങ്കടം വരുമ്പം പറഞ്ഞ കണക്ക് സ്വാഭാവികമായിട്ട് ഭയങ്കരമായിട്ട് കഴിക്കും. അപ്പൊ ഡയറ്റും നോക്കത്തില്ല, ഒന്നും നോക്കത്തില്ല, അങ്ങനെ നമ്മളിങ്ങനെ കഴിക്കും. ഞാൻ നടക്കും. റോഡിൽ കൂടി ഇങ്ങനെ നടക്കും. ഒരുപാട് ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ ഒരു ആശ്വാസം. ഇതൊന്നും അല്ലല്ലേ, ഒരുപാട് കിടക്കുന്നത് നമ്മൾ താഴേക്ക് നോക്കുമ്പോലെ. ഞാൻ കുറെ മിണ്ടാതിരിക്കും. പിന്നെ എനിക്ക് ടൈം എടുക്കും, ഒരു അരമണിക്കൂറൊക്കെ എന്തായാലും എടുക്കും ഒന്ന് സെറ്റാൻ, ചെറിയ ചെറിയ സങ്കടങ്ങളാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ എന്താ ഭക്ഷണം കഴിക്കും, കിടന്ന് ഉറങ്ങും. ഉറങ്ങാൻ ഇത്ര ഇഷ്ടമുള്ള ഒരാൾ കാണില്ല. എന്ത് ചെയ്യാനും എനിക്ക് സങ്കടം വരണമെന്നൊന്നുമില്ല. സമയം കിട്ടിയാൽ, അതായത് ഇപ്പൊ വീട്ടിൽ നിന്ന് രാവിലെ പുറത്തേക്ക് ചേട്ടാ ഇത് ആരും വിശ്വസിക്കില്ല. വീട്ടിൽ നിന്ന് നമ്മൾ സാധാരണ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കുക, വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ച് TV. ഞാൻ അങ്ങനെയല്ല, എപ്പോൾ തിരിച്ചു വന്ന് ഉറങ്ങാൻ പറ്റും എന്നാണ് എൻ്റെ മനസ്സിൽ മൊത്തം. എനിക്ക് നന്നായിട്ട് ഉറങ്ങാനും പറ്റും. ഞാനൊരു ഉറക്കഫോബിക്കാണ്. സോ ഞാൻ ഉറങ്ങും വേഗം, സങ്കടത്തിനൊന്നും സമയം കൊടുക്കണം, ഒറ്റ ഉറക്കം. ഓക്കെ, റിയൽ ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സിനിമ ഡയലോഗുകൾ ഏതൊക്കെയാണ്? ഞാൻ ഏറ്റവും കൂടുതൽ പറയാനുള്ളതാണ്, എല്ലാത്തിനും അതിന്റെ സമയത്ത് നടന്നോളെല്ലാം. ഡയലോഗ്സ് ഉണ്ട്. ഇങ്ങനെ അവളവളവളോ ഞാൻ பார்த்ததே അത്. പിന്നെ എടാ മോനെ, അതിപ്പോ റീസെന്റ് വേറെ അങ്ങനൊന്നും ഉപയോഗിക്കില്ല. ഞങ്ങളൊക്കെ അത് തന്നെ ഉപയോഗിക്കില്ല. അങ്ങനെ ഉപയോഗിക്കത്തില്ല. യൂസ്ഡ് ആയിട്ട് എന്തെങ്കിലും വരുമ്പോ അപ്പൊ അങ്ങ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഡയലോഗ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു അതാ ഞാൻ പറഞ്ഞത്, ഞാനൊക്കെ അതിന്റെ ആളാണ്. സിനിമ കണക്ട് ചെയ്യാതൊരു ലൈഫില്ല. പണ്ട് സിനിമയിൽ കണ്ടിട്ട് ശരിയെന്ന് തോന്നിയ ഒരു വ്യൂസോ ഒരു സ്റ്റേറ്റ്മെന്റ്സോ ഇപ്പൊ കാണുമ്പോ അത്
അന്ന് അത് ശരിയായിട്ട് തോന്നി, ഇന്ന് അത് തെറ്റായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെയുണ്ട്. ഉണ്ട്. പറയട്ടെ, രാജസേനൻ സാറിന്റെ ഒരു മൂവി ഇല്ലേ, ആണല്ല പെണ്ണല്ല ആട്. മനസ്സിലായി ആ സിനിമ. കുട്ടൻസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നില്ലേ, ഹണിമൂണ് പോകുമ്പോഴും കുട്ടൻസിനെ കൊണ്ടുപോയി എന്ന് പറയുന്നില്ലേ, അതെനിക്ക് ഇപ്പൊ നോക്കുമ്പോ ഞാൻ ആലോചിക്കും, ശരിയാണ് നമുക്ക് ഫാമിലിനോട് ഇഷ്ടം വേണം, പക്ഷെ ഒരാൾ ലൈഫിൽ വരുമ്പോൾ അവർക്കും ഒരു സ്പേസ് കൊടുക്കണ്ടേ. പിന്നെ ഭയങ്കരമായിട്ട് അതിൽ ആണുങ്ങളെ പോലെ ഡ്രസ്സ് ചെയ്യുന്നു, അതിനൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഇതിൽ ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, അന്ന് അത് അവർ ഭയങ്കര ടോക്സിക് ആയിട്ടല്ലേ പോർട്രേ ചെയ്തത്. അത് ആ ജനറേഷന്റെ പ്രശ്നമായിരിക്കും. ഇപ്പൊ എനിക്ക് അതെന്തോ ഒരു ഓക്വേർഡ് ഫീൽ ഉണ്ട് അതിൽ. ഒരുപാടുണ്ട്, പക്ഷെ അതൊക്കെ പറഞ്ഞാൽ എന്റെ ഭാവി ജീവിതം വിചാരിച്ചു നേരത്തെ പറഞ്ഞു തരണ്ടേ, ഞാൻ അല്ല, ഞാൻ ജസ്റ്റ് ആ ഒരു എന്താണ് നിങ്ങളുടെ പെർസ്പെക്ടീവ്സ് എന്ന് അറിയാൻ മാത്രം. ഒരുപാട് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ. 90s കണ്ട സിനിമയിൽ മാത്രമല്ല, ഹോൾ സൊസൈറ്റിയുടെ അന്ന് ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ വാത്സല്യം സിനിമയാണ് ഒരു ഉദാഹരണം. വാത്സല്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷെ അന്നത്തെ ചിന്താഗതിയാണ്, അതായത് ഒരു കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഒരാൾ അയാളുടെ ഫാമിലിയായിട്ട് മാറി താമസിക്കാനായിട്ട് വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അന്നത് ഭയങ്കര പ്രശ്നമായിട്ട്, മറ്റുള്ളവർ വലിയ പ്രശ്നമായിട്ട് കണ്ടിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതാണ് നല്ലത്. കാരണം ഈ തൊട്ടടുത്തുള്ള 2 വീടുകളാണെങ്കിൽ പോലും ഈ സ്ഥിരം കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാളും ഇടയ്ക്കിടയിൽ കാണുമ്പോൾ സ്നേഹം ഉണ്ടല്ലോ, അത് ഭയങ്കര വലുത്. അത് നമുക്കിപ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അന്നത്തെ ഒരു സൊസൈറ്റിയുടെ രീതി അതല്ലായിരുന്നു. അതുകൊണ്ടാണ് അത് ഒരു ടോക്സിക് എന്നൊന്നും പറയാൻ എനിക്കറിയില്ല. കാരണം അന്ന് എല്ലാവരും അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് അന്ന് എല്ലാവരും കൂട്ടുകുടുംബം ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പൊ അത് പറ്റില്ല. ഇപ്പോഴത്തെ ആൾക്കാരുടെ കുറേ ചിന്താഗതി മാറി. പക്ഷെ പത്മരാജൻ സാറിന്റെ ഒക്കെ മൂവീസ് ഇല്ലേ, മറ്റേ സോളമന്റെ മുന്തിരിത്തോട്ടം, പുള്ളിക്കാലത്തിന് മുന്നേ അതെ അതെ. അത് ഞാൻ എനിക്കൊരു ഇതുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി ദൂരം പോവാണ്, ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സിനിമ ഇടും യൂട്യൂബിൽ, എന്നിട്ട് കേൾക്കും. അപ്പം ഞാൻ റീസെന്റ് അത് കേട്ട സിനിമ. അപ്പൊ ഞാൻ ആലോചിക്കുകയാണെന്ന് വെച്ചാൽ വേർജിൻ എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റിനെ മാറ്റി നിർത്തിയിട്ട് അതൊക്കെ അന്നത്തെ കാലത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഭയങ്കര ഇതല്ല. അങ്ങനെയും സിനിമകളുണ്ട് കേട്ടോ. അത് എത്ര വർഷത്തിന് മുന്നേ. അതെ. അപ്പൊ ആ പുള്ളിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു എന്നൊരു സിസ്റ്റം അന്നത്തെ കാലത്ത് കറക്റ്റ് ആയിരുന്നു. അന്ന് എല്ലാവരുടെ ചിന്താഗതി അതായിരുന്നു. ശരി, കാലഘട്ടത്തിന്റെ അത് സിനിമയുടെ പ്രശ്നമല്ല. അതെ അതെ അതെ, എക്സാക്ട്ലി അതാണ് ചോദിക്കുന്നത്. സിനിമയുടെ പ്രശ്നമല്ല, സൊസൈറ്റി എന്താണോ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. പക്ഷേ ഈ പത്മനാഭൻ സാറിനുള്ള പടങ്ങൾ അതല്ല. അതായത് കുറച്ചുകൂടെ ഇനി ഇങ്ങനെ ആയിരിക്കും. അതെ, സൊസൈറ്റിയുടെ റിഫ്ലക്ഷനേക്കാൾ അപ്പുറത്തേക്ക് ചിന്തിച്ചു തുടങ്ങിയത്. ശരി ശരി. എന്താണ് തൂവാനത്തുമ്പികൾ അതേപോലെ തന്നെ സാറിന്റെ ആ മൂവി ഇപ്പോഴത്തെ അന്ന് നമ്മൾ കാണുന്ന സമയത്തും ഇപ്പോഴും നമുക്ക് മനസ്സിൽ കൊണ്ടുനടക്കാൻ പറ്റിയ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ഇപ്പോഴും നല്ല പവിത്രമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അതിൻ്റെ അകത്ത്. ക്ലാരയാണെങ്കിലും ശരി, മറ്റേ ലാലേട്ടൻ്റെ മറ്റേ പാർവതിയുടെ ഒരു രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രീതി വെച്ച് നോക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ കോൺസെപ്റ്റ് വെച്ചൊക്കെ നോക്കുമ്പോൾ അന്ന് സാർ അത്രയും മുന്നേ ആ രീതിയിൽ കൊണ്ടുവന്ന ഒരു ക്യാരക്ടേഴ്സാണ്. നല്ല രസമുണ്ടല്ലോ. ഒരുപാട് പേര് ചിലപ്പോൾ തൂവാനത്തുമ്പികളൊക്കെ അതേപോലെ കഥ ഇപ്പൊ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ് ഒരുപാട് ഇപ്പോഴുണ്ട്. പക്ഷെ ഇപ്പം കൂടുതൽ പേരുടെ ഇതിൽ അത് അക്സെപ്റ്റബിൾ ആണ്. ആ ലെവലിലേക്ക് മാറുന്നത്. ഓക്കെ, അന്നതല്ലായിരുന്നു. ശരി ശരി.